നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഒരുപാട് സന്തോഷത്തോടുകൂടി ഞാൻ ഈ ഒരു സെഷൻ ചെയ്യുന്നത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ആപ്പിന്റെ ഒരു ലോഞ്ച് ഇവന്റ് ആണിത്. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു, ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് എന്ത് ചെയ്യുന്നു, സാധ്യമാക്കി വരുന്നു. സോ എല്ലാത്തിനും നിങ്ങളോട് താങ്ക്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ തുടങ്ങി ഏതാണ്ട് ഒരു മാസം കൊണ്ട് തന്നെ ഒരു 17,000 സബ്സ്ക്രൈബേഴ്സ്, ഇത്രയും അധികം ഇൻട്രാക്ഷൻസ്, ഇത്രയും അധികം വ്യൂസ്, ഇത്രയും അധികം സപ്പോർട്ട് എല്ലാം തന്നത് നിങ്ങളാണ്. അപ്പോൾ ആ ഒരു സ്നേഹം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും താങ്ക്സ് എല്ലാവർക്കും, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള താങ്ക്സ്. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ഒത്തിരി സന്തോഷമുണ്ട്. ദെൻ രണ്ടാമതായിട്ട് നമ്മുടെ റെയിൽവേയുടെ പുതിയ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. RRB NTPCയുടെ പുതിയ ബാച്ച്. അതായത് വളരെ വിഷനോടുകൂടി, അതായത് ജോലി കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലക്ഷ്യമാക്കുന്നത്, ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുമ്പോൾ ഓരോ അഡ്മിഷനും റിസൾട്ടിലേക്ക് അതാ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കുട്ടി നമ്മളിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ, നമ്മളെ വിശ്വസിച്ച് വരുമ്പോൾ ആ ഒരു വിശ്വാസം തിരിച്ചും എന്ത് ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, തിരിച്ചു വരിക. പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും മികച്ച മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, അതിൻ്റെ ഇനി ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുക, മൊത്തം ആഡ് ചെയ്യുക. ഏറ്റവും മികച്ച ക്ലാസ് നിങ്ങൾക്ക് തരിക, ഏറ്റവും മികച്ച നോട്ട്സ് നിങ്ങൾക്ക് തരിക. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സൂപ്പർ നോട്ട്സ് എന്നൊരു പേര് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് എന്ത് ചെയ്യുക, പതുക്കെ ട്രാവൽ ചെയ്യുക. ഒരു കുട്ടി നമ്മളിലേക്ക് വരുമ്പോൾ ആ കുട്ടി നമ്മളിൽ അർപ്പിച്ച വിശ്വാസം ഒരു 100 മടങ്ങാക്കി എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. അതാണ് ലക്ഷ്യം. നേരത്തെ കഴിഞ്ഞ് നമ്മുടെ റെയിൽവേയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 200+ അവേഴ്സിൻ്റെ ക്ലാസ്സുകളാണ്. 200+ അവേഴ്സിൻ്റെ റെക്കോർഡഡ് കം ലൈവ് ക്ലാസ്സുകൾ. അതായത് ഈ ബാച്ചിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കുറേ ക്ലാസ് എന്ന് നിങ്ങളെ പറഞ്ഞു വിടുക, അത് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, മറിച്ച് ഒത്തിരി നല്ല ക്ലാസ്സുകൾ തരിക, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. എന്ന് വെച്ചാൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്ന മേഖല ഏതാണോ ആ ടോപ്പിക് എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ് തരിക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, പ്രയോറിറ്റി കുറഞ്ഞ ടോപ്പിക്കുകളിലേക്ക് രണ്ടാമതായിട്ട് എന്ത് ചെയ്യുക, പോവുക. സോ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ, 1 മാസം കൊണ്ട് 1.5 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എക്സാമിന് നിങ്ങൾക്ക് ഒരു മോക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ആ ഒരു സ്ട്രാറ്റജിയിലാണ് നമ്മുടെ ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇതിനകത്തുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കുറേ ക്ലാസ്സുകൾ മാത്രം തന്ന് കുറേ നോട്ട്സും തന്ന് വിടുക മാത്രമല്ല, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇരുത്തി എന്ത് ചെയ്യുക, നിങ്ങളെ ക്വസ്റ്റ്യൻസ് മൊത്തം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. പിന്നെ ഒരു വിഷനോട് കൂടി, അതായത് ഓരോ അഡ്മിഷനും ജോലിയിലേക്കും ആ ഒരു വിഷനോട് കൂടി എന്ത് ചെയ്യുക, ഓരോ ക്ലാസ്സുകളും എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. 100% ഒരു കസ്റ്റമർ സപ്പോർട്ട് നിങ്ങൾക്ക് തരിക. അതായത് സാധാരണ ബാക്കി ഒരുപാട് സ്ഥലങ്ങളിലും നമ്മൾ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മളെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഒരു കുട്ടി, നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ നമ്പറും ബാക്കിയെല്ലാം ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾക്കും വില കൊടുക്കുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ട്, ഉറപ്പായിട്ട് അത് അംഗീകരിക്കുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ കാണും. ആ ഒരു വാക്ക്, അതുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ RRBയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആപ്പിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഈ കാണുന്നതാണ് എൻ്റെ ഇൻ്റർഫേസ് കേട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് നമ്മുടെ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കാണുന്നതാണ് ബാച്ച് വരുന്നത്. RRB NTPC CBT1 ആൻഡ് CBT2. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് പോസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഏറ്റവും സൂപ്പർ ക്ലാസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ ഞാൻ നിങ്ങളുടെ മെൻറ്ററായിട്ട് കൂടെ തന്നെ കാണും. അതായത് ഒരു സൈഡിൽ നിങ്ങൾ വലിച്ചു കയറ്റാനായിട്ട് എന്ത് ചെയ്യും, ഞാൻ കൂടെ തന്നെ കാണും. ആ രീതിക്കാണ് നമ്മുടെ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ വരുന്നത്. അതായത് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്ട് 200+ അവേഴ്സിൻ്റെ റെക്കോർഡ് ലൈവ് സെഷൻസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചായിരുന്നു, അതായത് നമുക്ക് ലൈവ് സെഷൻസ് കൊടുത്താൽ പോരെ. അതാണ് ഞാൻ ഫസ്റ്റ് ആലോചിച്ചത്. എൻ്റെ മനസ്സിനകത്ത് ഏറ്റവും എഫക്റ്റീവ് മെയ്ത് തന്നെയായിരുന്നു, ലൈവ് സെഷൻസ് ആയിരുന്നു എൻ്റെ മനസ്സിനകത്ത് ഏറ്റവും എഫക്റ്റീവ്. അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു ചെറിയ പ്രശ്നമുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലൈവ് ക്ലാസ് വീണ്ടും കാണുന്നൊരു കുട്ടിക്ക്, അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റില്ലെന്ന് സങ്കല്പിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കുട്ടി അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ് കാണുമ്പോൾ അവിടെ ഒരുപാട് ഇൻട്രാക്ഷൻസും കൂടി എന്ത് ചെയ്യേണ്ടി വരും, കാണേണ്ടി വരും. അതായത് ഒരു ലൈവ് ക്ലാസ്സിനകത്ത് ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചെന്ന് സങ്കല്പിക്കാം. അപ്പോൾ ക്ലാസ്സിൽ ആ ഡൗട്ട് ആ ഫാക്കൽറ്റി എന്ത് ചെയ്യേണ്ടി വരും, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഈ റെക്കോർഡ് സെഷൻ കാണുന്നൊരു കുട്ടിക്ക് എന്ത് ചെയ്യും, ഒരുപാട് സമയം പോകും, ലാഗാകും, ചിലപ്പോൾ ക്ലാസ് എന്ത് ചെയ്യും, ബോറാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കവർ ചെയ്യാനായിട്ട് നമ്മളിതിനകത്ത് കൂടുതലായിട്ടും റെക്കോർഡ് ക്ലാസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല
അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ പോരല്ലോ, ഒരുപാട് ടോപ്പിക്കുകൾ അറിയേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. സോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ലൈവ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. മാത്രമല്ല നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഒരു 200+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ റെയിൽവേ എക്സാം എങ്ങനെയാണോ ആ CBT മോഡലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാ ഫാക്കൽറ്റീസും അതുവരെ പഠിപ്പിച്ച ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ നിങ്ങൾക്കൊരു ലൈവ് വർക്കൗട്ട് സെഷൻ നിങ്ങളെ എന്ത് ചെയ്യിപ്പിക്കും, നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻസിനെ മാക്സിമം എന്ത് ചെയ്യാം, നമ്മുടെ പരിധിയിലാക്കുക. അപ്പോൾ ആ രീതിക്കായിരിക്കും നമ്മുടെ ബാച്ച് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷൻസ് ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് മെൻറ്റർഷിപ്പ് ആസ് യൂഷ്വൽ ഒരു സൈഡിൽ ഞാൻ കൂടെ തന്നെ കാണും. നിങ്ങൾ പഠിച്ചില്ലെങ്കിലേക്ക് ഞാൻ എന്ത് ചെയ്യും, അങ്ങോട്ടൊക്കെ വിളിക്കും. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത സ്റ്റഡി മെറ്റീരിയൽസും ബാക്കിയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോട്ടിവേഷൻ സെഷൻസും ബാക്കിയെല്ലാം അതിനകത്ത് തന്നെ കാണാം. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. സോ മോട്ടിവേഷൻ സെഷൻ അതുകൊണ്ട് നമുക്ക് ഫലത്തിൽ ഒരു എക്സാമിന് പ്രയോജനമൊന്നുമില്ലെങ്കിലും നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്നത്, നമ്മളെ കൊണ്ട് വരപ്പിക്കുന്നത് എല്ലാം എന്താണ്, ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ അത് കൂടെ കാണും. പിന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. തന്നെ നിങ്ങളുടെ അസസ്മെൻറ്റ് ടെസ്റ്റും ബാക്കിയെല്ലാം കാണും. പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഗ്യാരണ്ടീഡ് കസ്റ്റമർ കെയർ സപ്പോർട്ട്. അതായത് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾക്കും വില കൊടുക്കുന്നതായിരിക്കും, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും പരിഗണിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പും ബാക്കിയെല്ലാം അതിനകത്ത് തന്നെ കാണും. അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബാച്ച് നമ്മൾ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമായിട്ട് നമ്മുടെ NTPCയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം NTPCയുടെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് പോസ്റ്റ് ആയാലും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ആയാലും ഒരേ സിലബസ് ആണ് വരുന്നത്. അപ്പോൾ ആ സിലബസിൻ്റെ ഫുൾ കവറേജ് അതിനകത്ത് ഉണ്ടാകും, അതിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് പ്രാക്ടീസ് സെഷൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം പ്രാക്ടീസ് സെഷൻ, അത് കൂടെ തന്നെ കാണും. അതായത് നിങ്ങളെ കൊണ്ട് അതിലാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. കാര്യം എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ആ ഒരു സ്പീഡ് നമുക്ക് കിട്ടത്തുള്ളൂ. ആ സ്പീഡ് നമുക്ക് കിട്ടിയാലേ ഈ ഒരു 90 മിനിറ്റിനകത്ത് നമുക്ക് 100 ക്വസ്റ്റ്യൻസും 120 ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് മേലിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ചാണ് റെയിൽവേയുടെ NTPC ബാച്ച്. മാത്രമല്ല നമ്മൾ സെക്രട്ടറി ടെസ്റ്റിൻ്റെ ബാച്ചും 10th പ്രിലിംസിൻ്റെ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമ്മുടെ സ്റ്റോറിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഈ ബാച്ചിൻ്റെ ഫീസ് വരുന്നത് 3350 രൂപയാണ് ഫീസ് വരുന്നത്. അതായത് നമ്മുടെ 200+ അവേഴ്സിൻ്റെ ക്ലാസ്സുകൾ, പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച മെറ്റീരിയൽസ്, ഏറ്റവും മികച്ച പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ എല്ലാം ചേർത്തുള്ള ഏറ്റവും മികച്ചൊരു ക്വാളിറ്റി കണ്ടന്റ് ഞാൻ ഉറപ്പ് തരാം. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട്, അതായത് മനുഷ്യ സാധ്യമായ എല്ലാ സാധനങ്ങളും ഈ ബാച്ചിനകത്തുണ്ടായിരിക്കും. നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ നിങ്ങൾക്ക് ചെയ്തിരിക്കും. മാത്രമല്ല ആസ് യൂഷ്വൽ നമ്മൾ നിങ്ങളുടെ കൂടെ കാണും. അതാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്ന വാക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വരുന്ന 9-ാം തീയതി, അതായത് ഒക്ടോബർ 9-ന് നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനകത്ത് അതെല്ലാം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്യോ അല്ലാതെ കോൾ ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്താൽ മതി. ഓക്കെ, വേറൊന്നും പറയാനുള്ള ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ആപ്പായി ഇതിനെ ഇനി ഏറ്റവും മികച്ച ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ഒരു പ്ലാറ്റ്ഫോമാക്കി എന്ത് ചെയ്യുക, ഉയർത്തുക. ഏറ്റവും മികച്ചതെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഒരുപാട് വലുത് അങ്ങനെയല്ല. ഒരു കുട്ടി അഡ്മിഷൻ എടുത്ത് വന്നാൽ, ഒരു കുട്ടി ഇതിലേക്ക് വന്നാൽ ആ കുട്ടിക്ക് ഒരിക്കലും ഒരു വിഷമം തോന്നരുത്. അതായത് നമ്മളെ വിശ്വസിച്ചു ക്ലാസ് മോശമാണ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് മോശമാണ്, അതൊരിക്കലും തോന്നരുത്. സോ ഏറ്റവും നല്ല മെറ്റീരിയൽസ് കൊടുക്കുക, മോർ ഓവർ റിസൾട്ട് ഉണ്ടാക്കുക. ഓരോ കുട്ടിയും വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ജോലിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്, ജോലി കിട്ടാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യാം. ആ ഒരു പ്ലാറ്റ്ഫോം, ആ ഒരു ആ ഒരു വിഷനുള്ള പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ബാക്കിയൊന്നും പറയുന്നില്ല, പ്രവൃത്തിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും കാലം തന്ന സപ്പോർട്ടിനെല്ലാം, ഇനി അങ്ങോട്ട് തരാൻ പോകുന്ന സപ്പോർട്ട്സിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ബോക്സിലിടാം, ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വേറൊന്നും പറയാനില്ല. താങ്ക് യു ഓൾ, ബൈ.